ഹായ് ഓൾ, എല്ലാവർക്കും റൈറ്റ് ബോർഡിന്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 21 വയസ്സാകുമ്പോൾ തന്നെ സിവിൽ സർവീസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ടിപ്സ് ആണ്. ഇപ്പം സിവിൽ സർവീസിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രിലിംസിന്റെ ഒക്കെ റിസൾട്ട് വന്നു. അടുത്ത ഒരു സിവിൽ സർവീസിന്റെ ഒരു സീസണായി ആൾക്കാരെല്ലാം വീണ്ടും പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം പ്ലസ് ടുവിലോട്ടോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലോട്ടോ ഒക്കെ പോകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. കാരണം 21 വയസ്സിൽ തന്നെ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് എല്ലാവരും വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു ബാലികേറ മലയൊന്നും അല്ല. ചിട്ടയായിട്ടുള്ള പഠനം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അത് നമുക്കൊരു ടൈം പീരീഡ് കൊടുക്കാം. ഇപ്പൊ ഈ ജൂലൈ തൊട്ട് 2025 ജൂലൈ തൊട്ട് 2028 മെയ് വരെ, ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 2028 മെയ് വരെ അത്ര ഒരു ടൈം പീരീഡിനുള്ളിൽ എങ്ങനെ നമുക്ക് ചിട്ടയായിട്ട് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത്, ഇപ്പൊ സാധാരണ കുട്ടികൾക്ക് വരുന്നൊരു മിസ്റ്റേക്ക് ആണ്, ഇവർ പ്രിലിംസിന് വേണ്ടിയിട്ട് ആദ്യം പഠിക്കും. പക്ഷേ സിവിൽ സർവീസിന് ആദ്യം ചെയ്യേണ്ടത് മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളതാണ്. ഇപ്പം പ്രിലിംസ് കിട്ടിയിട്ട് മെയിൻസ് പഠിക്കാം എന്നുള്ള ധാരണയിലായിരിക്കും ചിലരെങ്കിലും പഠനം തുടങ്ങുന്നത്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ പഠിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിത് കിട്ടിയിരിക്കും, ഞാൻ മെയിൻസ് ക്രാക്ക് ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട് ഇല്ലാതെ വേണം നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ. അപ്പം ആദ്യം നമ്മൾ മെയിൻസിന്റെ ഓപ്ഷണൽ എന്താണെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഒരു 6 മാസം ആ ഓപ്ഷണലിന് മാറ്റിവെക്കുക. ഇപ്പം മലയാളമൊക്കെ ഓപ്ഷണൽ എടുത്ത് നല്ല മാർക്ക് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. മലയാളമോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് എടുക്കാം. അപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് വേണം നിങ്ങൾ ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ പാറ്റേൺസും കൂടെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് നന്നായിരിക്കും. കാരണം പ്രീവിയസ് ഇയർ പാറ്റേണും കൂടെ നോക്കിക്കഴിഞ്ഞാൽ സ്കോർ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഓപ്ഷനിൽ ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പം 6 മാസം നിങ്ങൾ ഓപ്ഷനിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പാറ്റേൺ നോക്കുക, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം നിങ്ങൾ ജനറൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കൊടുക്കുക. ജനറൽ സ്റ്റഡീസിൽ എസ്ഐക്ക് ടൈം കൊടുക്കണം എന്നില്ല. ഇപ്പൊ ആഴ്ചയിൽ ഒരു 2 എസ്ഐ വീതം എഴുതാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം. അതല്ലാന്നുണ്ടെങ്കിൽ ജനറൽ സ്റ്റഡീസിന് കറക്റ്റ് ആയിട്ട് ഒരു 6 മാസം കൊടുക്കുക. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സിസാറ്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് സിസാറ്റിനും കൊടുക്കാവുന്നതാണ്. അടുത്ത് വരുന്നതാണ് പ്രിലിംസ്. ഈ ഒരു നമ്മളിപ്പോ ഇത്ര 6 മാസം വെച്ചിട്ട് ഓപ്ഷനിൽ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് മെയിൻസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് വരുന്നൊരു 100 ദിവസം പ്രിലിംസിന് വേണ്ടി മാത്രം മാറ്റിവെക്കണം. പ്രിലിംസ് അല്ലാതെ വേറെ ഒന്നിനും നമ്മൾ ഫോക്കസ് കൊടുക്കാൻ പാടില്ല. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ് അതിൻ്റെ ഒരു സക്സസ് ഇരിക്കുന്നത്. ആ ഒരു എക്സാമിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോഴാണ്. ഒരു 10 വർഷത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 8 വർഷത്തെ ചോദ്യമെങ്കിലും നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. കഴിയുന്നതും മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ പഠിക്കാം. 100 ദിവസം അങ്ങനെ പ്രിലിംസിന് മാറ്റിവെക്കാം. പിന്നെ ബാക്കി വരുന്ന ഒരു കുറച്ച് ദിവസങ്ങൾ, ആ ദിവസങ്ങൾ മെയിൻസിന്റെ ബാക്കി പഠിക്കാം. മെയിൻസിന്റെ ബാക്കി പഠിച്ച് പിന്നെ ഒരു 40 ദിവസം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കാം. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ചില ആൾക്കാരുണ്ടാവും, കുഴപ്പമില്ല മെയിൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂവിന് നോക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഈ ഒരു 3 എണ്ണം കൂടി ചേർന്നിട്ടുള്ളതാണ്. അല്ലാതെ ഒരെണ്ണത്തിന് പ്രാധാന്യം കുറവ്, ഒരെണ്ണത്തിന് പ്രാധാന്യം കൂടുതൽ അങ്ങനെയില്ല. ഇന്റർവ്യൂ ആണെങ്കിലും മസ്റ്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് മെയിൻസ് ഒക്കെ 4 5 തവണ ക്ലിയർ ചെയ്തിട്ട് ഇന്റർവ്യൂ വരുമ്പോഴത്തേക്കും ഫെയിലായി പോയത്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വളരെ ഏറ്റവും പ്രധാനമുള്ളൊരു സംഭവമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സോ ഇന്റർവ്യൂവിന് മസ്റ്റ് ആയിട്ട് ഈ ഒരു 40 ദിവസം മാറ്റിവെക്കാം. ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 21 വയസ്സാകുമ്പോൾ തന്നെ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് ടോപ്പേഴ്സ് ഫോളോ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അവർ വിജയം കണ്ടിട്ടുമുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഒരുപാട് സോഴ്സുകളും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സുകളുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇന്റർനെറ്റിലാണെങ്കിലും ഇഷ്ടം പോലെ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം പണ്ടൊക്കെയാണ് ലൈബ്രറികളെ മാത്രം ആശ്രയിച്ചുകൊണ്ടൊക്കെ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്.
അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് ഏത് മെറ്റീരിയലാണെന്നൊക്കെ ഉള്ളത് ചൂസ് ചെയ്തിട്ട് കറക്റ്റ് ഒരു ടൈം പീരീഡ് വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 21ാമത്തെ വയസ്സിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. പിന്നെ ഈ എക്സാമിന് അറിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സിവിൽ സർവീസിനെ സംബന്ധിച്ച് പല ആൾക്കാർക്കും ഒരുപാട് മിത്തുകളുണ്ട്. അതായത് സിവിൽ സർവീസ് എന്ന് പറയുന്നത് പിന്നെ എലീറ്റ് ഗ്രൂപ്പിൽ മാത്രമുള്ളതാണ്. അതായത് അച്ഛൻ IAS കാരനാണെങ്കിൽ മകൻ IAS കാരൻ, അല്ലെങ്കിൽ മകൾ IAS കാരെയും അല്ലാതെയുള്ളവർക്ക് കിട്ടത്തില്ല എന്നൊക്കെയുള്ള ചില ധാരണയുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം കഴിഞ്ഞ റിസൾട്ടൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ക്രാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ റീജിയണൽ ലാംഗ്വേജ് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമുക്ക് മെയിൻസ് പരീക്ഷ നമ്മുടെ സ്വന്തം ഭാഷയിൽ എഴുതാം. നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അങ്ങനെ മലയാളത്തിൽ പരീക്ഷ എഴുതി വിജയം നേടിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് അങ്ങനെ നേടിയ ഒരാളാണ് ലിബിൻ രാജ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം IRS ഓഫീസറാണ്. അദ്ദേഹം മലയാളത്തിലാണ് പരീക്ഷ എഴുതിയത്. പിന്നെ അതുപോലെ തന്നെ അശ്വതി എന്ന് പറഞ്ഞിട്ടൊരു മാം ഉണ്ട്. അവരാണ് ആദ്യമായിട്ട് മലയാളത്തിൽ പരീക്ഷ എഴുതി വിജയിച്ചത്. അവർ IAS ഓഫീസറാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആണെങ്കിൽ മാത്രമേ ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല. നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു ടൂള് മാത്രമാണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഒരു ഗോൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എന്താണ് എന്നൊക്കെ ഉള്ളത് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഭയങ്കര ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ പോയിട്ട് പതറിപ്പോയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വിചാരിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ പറയുന്ന സിവിൽ സർവീസ് എന്ന് പറയുന്നത് ജീനിയസുകൾക്ക് മാത്രമേ ഉള്ളതാണ്. അതും വളരെ തെറ്റായ ധാരണയാണ്. കാരണം നമ്മളുടെ കേരളത്തിൽ നിന്ന് തന്നെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരുപാട് പേര് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹം കണക്ക് പരീക്ഷയ്ക്ക് തോറ്റ ആളായിരുന്നു. അദ്ദേഹത്തിന് 210 മാർക്ക്, ജസ്റ്റ് 210 മാർക്ക് എന്തോ അദ്ദേഹത്തിന് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം സിവിൽ സർവീസ് ക്രാക്ക് ചെയ്ത് IAS ആയ ആളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ പുവർ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. അതും വളരെ അബദ്ധധാരണയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പം എന്താ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വളരെ കുഗ്രാമത്തിൽ നിന്ന് വന്ന ആൾക്കാർ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ശ്രീധന്യ IAS ഉണ്ട്. ഒരു വയനാട്ടിലെ ഗോത്രവർഗത്തിൽ നിന്ന് വന്ന ആളാണ്. ആദ്യത്തെ പിന്നെ ഗോത്രവർഗത്തിൽ നിന്ന് വന്ന ആദ്യത്തെ കളക്ടറാണ് ശ്രീധന്യ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അതുകൊണ്ട് സിവിൽ സർവീസിനെ കുറിച്ചുള്ള ഇത്തരം മിത്തുകളൊക്കെ ആദ്യം മാറ്റി വെക്കുക. പഠിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ളൊരു ടൈം ലൈനും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഗോളും സെറ്റ് ചെയ്ത് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 21ാമത്തെ വയസ്സിന് നിങ്ങൾക്ക് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാം. ഞങ്ങളിവിടെ റൈറ്റ് ബോർഡിൽ 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ട്യൂഷനോടൊപ്പം തന്നെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും ജോയിൻ ചെയ്യാം. അപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നുണ്ടവരെ ബൈ ബൈ.